السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 236 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു തആല നമ്മുടെ ഈ ക്ലാസ് സ്വാലിഹായ ഒരു അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, നമ്മൾ ഈ ക്ലാസ് എടുക്കാൻ റെഫർ ചെയ്യുന്ന മുഫസ്സിരീങ്ങൾ, അതുപോലെ ഈ ക്ലാസ് കേൾക്കുന്നവർ, ഇതിനോട് പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇതിനോട് അധ്വാനിക്കുന്നവർ, എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 236 പേജിൻ്റെ ഖിറാഅത്താണ്, പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال يا بني لا تقصص رؤياك على إخوتك فيكيدوا لك كيدا إن الشيطان للإنسان عدو مبين وكذلك يجتبيك ربك ويعلمك من تأويل الأحاديث ويتم نعمته عليك وعلى آل يعقوب كما أتمها على أبويك من قبل إبراهيم وإسحاق إن ربك عليم حكيم لقد كان في يوسف وإخوته آيات للسائلين إذ قالوا ليوسف وأخوه أحب إلى أبينا منا ونحن عصبة إن أبانا لفي ضلال مبين اقتلوا يوسف أو اطرحوه أرضا يخل لكم وجه أبيكم وتكونوا من بعده قوما صالحين قال قائل منهم لا تقتلوا يوسف وألقوه في غيابة الجب يلتقطه بعض السيارة إن كنتم فاعلين قالوا يا أبانا ما لك لا تأمنا على يوسف وإنا له لناصحون أرسله معنا غدا يرتع ويلعب وإنا له لحافظون قال إني ليحزنني أن تذهبوا به وأخاف أن يأكلها الذئب وأنتم عنه غافلون قالوا لئن أكله الذئب ونحن عصبة إنا إذا لخاسرون صدق الله العلي العظيم. നമ്മളിപ്പോൾ ഓതി വെച്ചത് പരിശുദ്ധ ഖുർആനിലെ 12-ാം സൂറത്ത് യൂസുഫിലെ 5 മുതൽ 14 വരെയുള്ള 10 ആയത്തുകളാണ്. 12-ാമത്തെ ജുസ്ഇലെ 236-ാമത്തെ പേജ്. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ പേജിൽ നമ്മൾ പറയാൻ ആരംഭിച്ചിരുന്നത് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രമാണ്. യാഖൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ എന്നും, മഹാനവറുകളുടെ 12 മക്കളുടെ സന്താന പരമ്പരകൾക്കാണ് ബനു ഇസ്രായേൽ അല്ലെങ്കിൽ ഇസ്രായേൽ സന്തതികൾ എന്ന് പറയുക എന്നുമൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഈ 12 മക്കളിൽ അവസാനത്തെ 2 മക്കളായിരുന്നു മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമും ബെന്യാമിൻ എന്നവരും. ഇതിൽ ആദ്യത്തെ 10 മക്കൾ വേറെ ഉമ്മയിൽ ജനിച്ചവരാണ്. മറ്റൊരു ഭാര്യയിലാണ് യൂസുഫും ബെന്യാമീനും പിറക്കുന്നത് അലൈഹിസ്സലാം. ആദ്യ ഭാര്യയുടെ മരണത്തിനു ശേഷം കല്യാണം കഴിച്ച ഭാര്യയിലുണ്ടായ 2 മക്കളാണ് ഇവർ 2 പേരും. കഴിഞ്ഞ പേജിൽ നമ്മളത് പറഞ്ഞിരുന്നു. ബെന്യാമീൻ പ്രസവിക്കപ്പെട്ടതോടുകൂടെ ഈ ഭാര്യ മരണപ്പെട്ടു എന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 2 ചെറിയ കുട്ടികളോടും വല്ലാത്ത സ്നേഹമായിരുന്നു യാക്കൂബ് നബി അലൈഹിസ്സലാമിന്. അത് സ്വാഭാവികമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് കുറച്ച് കൂടുതൽ സ്നേഹവും ഉണ്ടായിരുന്നു. പക്ഷേ ഈ സ്നേഹം മറ്റു മക്കളിൽ അസൂയയുണ്ടാക്കി. അവർ ഈ 2 പേരോടും വലിയ ശത്രുത കാണിക്കാൻ ഇത് കാരണമായി. മുതിർന്ന സഹോദരന്മാർക്ക് ഈ 2 പേരോടും വലിയ ശത്രുതയായി.
ഈ പശ്ചാത്തലത്തിലാണ് 12 വയസ്സുള്ള യൂസഫ് നബി അലൈഹി സ്വലാം ഒരു പ്രത്യേക രീതിയിലുള്ള സ്വപ്നം കാണുന്നത്. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ടാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. സ്വാഭാവികമായും ആ കുട്ടി ഇത് യൂസഫ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, ബാപ്പ യാക്കൂബ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, പിതാവിനോട് പറഞ്ഞു. പ്രവാചക കുടുംബ പാരമ്പര്യമുള്ള പൈതൃകമുള്ള മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാം ഇങ്ങനൊരു സ്വപ്നം കാണുന്നതൊന്നും വെറുതെ ആവില്ലല്ലോ. ഇത് പ്രവാചകനായ പിതാവിന് മനസ്സിലായി. അദ്ദേഹം ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അദ്ദേഹത്തിന് പെട്ടെന്ന് ഓടി. തൻ്റെ മകൻ്റെ ശോഭനമായ ഭാവിയിലേക്കുള്ള ചൂണ്ടുപലകയാണിത്. തത്വജ്ഞാനപരമായി യൂസഫ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹു തആല ഒരു സവിശേഷ പദവിയിൽ എത്തിക്കും, പ്രവാചകത്വത്തിനായി തിരഞ്ഞെടുക്കും, 2 ലോകത്തും സൗഭാഗ്യം നൽകും. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഈ സ്വപ്നത്തിന് വ്യാഖ്യാനം എന്ന് പിതാവായ യാക്കൂബ് നബി അലൈഹി സ്വലാമിന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ മോനോട് പറഞ്ഞു, ഈ കിനാവിൻ്റെ കാര്യം നീ സഹോദരങ്ങളോട് പറയരുത് കേട്ടോ. ആ സഹോദരങ്ങളുടെ ശത്രുത അറിയാമായിരുന്നത് കൊണ്ടാണ് അവരോട് ഈ കാര്യം പറയരുത് എന്ന് നിർദ്ദേശിച്ചത്. ഇതുകൂടി അറിഞ്ഞാൽ അവരുടെ അസൂയ കൂടുമല്ലോ. മാത്രവുമല്ല, അവർ നിനക്കെതിരെ വല്ല ഗൂഢാലോചനയും നടത്തിയേക്കും എന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാം തുറന്നു പറയുകയും ചെയ്തു യൂസഫ് നബി അലൈഹി സ്വലാമിനോട്. അതുകൊണ്ട് നീ ഇത് പറയരുത് നിന്റെ സഹോദരന്മാരോട്. കാരണം യൂസഫ് നബി അലൈഹി സ്വലാമിനെ വല്ല കെണിയിലും പെടുത്തിയേക്കുമോ എന്ന് ബാപ്പാക്ക് പേടിയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞത്. നമുക്ക് ആയത്ത് നോക്കാം. 5-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال يا بني لا تقصص رؤياك على إخوتك فيكيدوا لك كيدا إن الشيطان للإنسان عدو مبين. قال പിതാവ് പറഞ്ഞു, ഞാനിങ്ങനെ സ്വപ്നം കണ്ടു എന്ന് മകൻ പറഞ്ഞപ്പോൾ ബാപ്പ പ്രതികരിക്കുകയാണ്. ബാപ്പ മറുപടി പറഞ്ഞു, യാ ബുനയ്യ, കുഞ്ഞുമകനെ, എൻ്റെ കുഞ്ഞുമകനെ, ലാ തഖ്സുസ്, നീ പറയരുത്, നീ വിവരിച്ചു കൊടുക്കരുത്, റുഇയാക, നിന്റെ ഈ സ്വപ്നം, അലാ ഇഖ്വതിക, നിന്റെ സഹോദരന്മാർക്ക്. നീ ഇപ്പോൾ ഈ കണ്ട സ്വപ്നം നിന്റെ സഹോദരന്മാർക്ക് ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത്, വിവരിച്ചു കൊടുക്കരുത്. അങ്ങനെ ചെയ്താൽ ഫയകീദു ലക കൈദൻ, അവർ നിനക്കെതിരെ എന്തെങ്കിലും കുതന്ത്രം പ്രയോഗിക്കും. ഫയകീദു ലക, അവർ നിനക്കെതിരെ പ്രയോഗിച്ചേക്കാം കൈദൻ, എന്തെങ്കിലുമൊക്കെ കുതന്ത്രങ്ങൾ. ഇന്ന ശൈത്താന, നിശ്ചയമായ പിശാച്, ലിൽ ഇൻസാനി, മനുഷ്യന്, അദുവ്വൻ മുബീൻ, പ്രത്യക്ഷ ശത്രു തന്നെയാണ്. പിശാച് മനുഷ്യന്റെ പ്രത്യക്ഷമായ ശത്രു തന്നെയാണ്. ഇതാണ് മഹാനവറുകൾ മോനോട് പ്രതികരിച്ചത്, മറുപടി പറഞ്ഞത്. ശൈത്താന് മനുഷ്യന്റെ ആജന്മ ശത്രുവാണ്, സ്പഷ്ടമായ ശത്രുവാണ്. ഇതും യാക്കൂബ് നബി അലൈഹി സ്വലാം മോനോട് വ്യക്തമായി തുറന്നു പറയുകയാണ്. കാരണം പിശാചിന്റെ ഒരു രീതി അങ്ങനെയാണ്. കിട്ടുന്ന അവസരങ്ങളെല്ലാം അതിസമർത്ഥമായി ഉപയോഗപ്പെടുത്തി സന്ദർഭത്തിനനുസരിച്ച് ദുഷ്പ്രേരണകൾ നൽകി മനുഷ്യനെ ചതിക്കുകയാണ് പിശാചിന്റെ പണി. നമ്മളിവിടെ സാന്ദർഭികം മനസ്സിലാക്കുന്ന ഒരു കാര്യം, സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മളൊക്കെ ഉറക്കത്തിൽ പല സ്വപ്നങ്ങളും കാണാറുണ്ട് അല്ലെ. നല്ലത് കാണാറുണ്ട്, മോശപ്പെട്ടത് കാണാറുണ്ട്, പേടിപ്പെടുത്തുന്നത് കാണാറുണ്ട് അല്ലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നല്ല സ്വപ്നം കണ്ടാൽ അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്, ദുസ്വപ്നം പിശാചിൻ്റെ ഭാഗത്തു നിന്നുമാണ്. അപ്പോൾ ആരെങ്കിലും നല്ല സ്വപ്നം കാണുകയാണെങ്കിൽ അയാൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളോടല്ലാതെ അതിനെക്കുറിച്ച് സംസാരിക്കരുത്. അത് ആവശ്യമാണെങ്കിൽ മാത്രം. അനിഷ്ടകരമായ സ്വപ്നം കണ്ടാൽ ആരോടും അത് പറയാനും പാടില്ല. ഉറക്കത്തിനിടയിൽ അത് കാണുകയാണെങ്കിൽ എന്തു ചെയ്യുക? ഉണർന്നു കഴിഞ്ഞാൽ ആ കണ്ടതിൻ്റെ ദോഷത്തിൽ നിന്നും പിശാചിൻ്റെ ദോഷത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ രക്ഷ തേടിക്കൊള്ളട്ടെ. അല്ലാഹുമ്മ അഊദു ബിക മിൻ ശർരി ശൈത്വാനി വമിൻ ശർരി മാ റഅയ്തു. പിശാചിൻ്റെ ശർറിൽ നിന്നും, ഞാൻ കണ്ട സ്വപ്നത്തിൻ്റെ ശർറിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് അവൻ പറയട്ടെ. അതോടൊപ്പം 3 പ്രാവശ്യം അവൻ തുപ്പുകയും ചെയ്തു കൊള്ളട്ടെ. അതിനെപ്പറ്റി ആരോടും പറയുകയും ചെയ്യരുത്. എന്നാൽ അത് അവനൊരു ഉപദ്രവവും വരുത്തുകയില്ല. അപ്പോൾ മോശപ്പെട്ട സ്വപ്നം കണ്ടാൽ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. മറ്റൊരു ഹദീസുണ്ട്, ആരെങ്കിലും അനിഷ്ടകരമായ സ്വപ്നം കണ്ടാൽ തൻ്റെ ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പുകയും 3 പ്രാവശ്യം പിശാചിൽ നിന്ന് അള്ളാഹുവിന്റെ രക്ഷ തേടുകയും അവൻ കിടന്നിരുന്ന ഭാഗം മാറി തിരിഞ്ഞു കിടക്കുകയും ചെയ്യട്ടെ. ഇതാണ് അതിൻ്റെ പൂർണ്ണരൂപം. മോശപ്പെട്ട സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വമിൻ ശർരി മാ റഅയ്തു അല്ലേ, അല്ലെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി വമിൻ ശർരി മാ റഅയ്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ
3 പ്രാവശ്യം ഇടത്തോട്ട് തുപ്പുക. തുപ്പുക എന്ന് പറഞ്ഞാൽ ഉമിനീരുള്ള തുപ്പുക, ഉമിനീർ സഹിതം തുപ്പുക എന്നല്ല അർത്ഥം. അത് പിശാചിനോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു ആക്ഷൻ, അത്രയേ ഉള്ളൂ. ഉമിനീർ തുപ്പിക്കളയുക എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു 3 പ്രാവശ്യം ആ ഒരു വെറുപ്പ് പ്രകടിപ്പിച്ച് പിന്നെ നമ്മൾ അതുവരെ കടന്നിരുന്ന ഭാഗം ഒന്ന് മാറി തിരിഞ്ഞ് കിടക്കുക. ഇതാണ് മോശപ്പെട്ട സ്വപ്നങ്ങൾ കണ്ടാൽ ചെയ്യേണ്ടത്. നമ്മൾ അടുത്ത ആയത്തിലേക്ക് കടക്കുകയാണ്, 6-ാമത്തെ ആയത്തിലേക്ക്. സ്വപ്നത്തിൻ്റെ ഒരു പൊതുവായ വ്യാഖ്യാനം യാക്കൂബ് നബി അലൈഹിസ്സലാം മകനെ അറിയിക്കുകയാണ് ഇനി അടുത്ത ആയത്തിൽ. അത്ഭുതകരമായ ഒരു കിനാവാണ് അള്ളാഹു നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. സ്വപ്നത്തിൽ സൂചനയുള്ളതുപോലെ നിന്റെ റബ്ബ് നിനക്ക് ഉയർന്ന പദവികൾ നൽകി ഉത്കൃഷ്ടനാക്കും. സ്വപ്നത്തിൻ്റെയും മറ്റുമൊക്കെ വ്യാഖ്യാന വിജ്ഞാനങ്ങൾ നൽകി അനുഗ്രഹിക്കും. നിന്റെ പിതാമഹന്മാരായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം എന്നിവർക്ക് പ്രവാചകത്വം പോലെയുള്ള അനുഗ്രഹങ്ങൾ നൽകിയതുപോലെ അവരെ നബിമാരും മുർസലുകളും സമാദരണീയരും സുസമ്മതരും ശ്രേഷ്ഠരും ഒക്കെ ആക്കിയതുപോലെ നിനക്കും അല്ലാഹു തആല ഉന്നത പദവികൾ നൽകി അനുഗ്രഹിച്ചേക്കും. അങ്ങനെ നിനക്ക് പ്രത്യേകിച്ചും നിന്റെ പിതൃകുടുംബത്തിന് പൊതുവായും അത് വലിയ അനുഗ്രഹമായി തീരും. ഇതൊക്കെയാണ് നിന്റെ സ്വപ്നം എന്ന് മോനെ വിളിച്ച് അതിൻ്റെ ഒരു പൊതുവായ വ്യാഖ്യാനം വാപ്പ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ വ്യാഖ്യാനം അതേപോലെ പുലർന്നിട്ടുണ്ട് അല്ലേ? യാക്കൂബ് നബി അലൈഹി ഇസ്ലാമി പറഞ്ഞതൊക്കെ അതേപോലെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ പുലർന്നിട്ടുമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ആയത്തുകൾ അതിന് വ്യക്തമാകുന്നുമുണ്ട്. 100-ാം വചനത്തിൽ മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം തന്നെ അത് കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് 6-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وكذلك يجتبيك ربك ويعلمك من تأويل الأحاديث ويتم نعمته عليك وعلى آل يعقوب كما أتمها على أبويك من قبل إبراهيم وإسحاق إن ربك عليم حكيم. وكذلك അപ്രകാരം എന്നാ ഈ സ്വപ്നം കണ്ടതുപോലെ യജ്തബീക റബ്ബുക നിന്റെ രക്ഷിതാവ് പിന്നെ നിന്നെ ഉത്കൃഷ്ടനായി തെരഞ്ഞെടുക്കും. നിന്നെ ഉത്കൃഷ്ടനായി തെരഞ്ഞെടുക്കും. ആര്? റബ്ബുക, നിന്റെ രക്ഷിതാവ്. വയുഅല്ലിമുക, നിനക്ക് പഠിപ്പിച്ചു തരികയും ചെയ്യും. മിൻ തഅ്വീലിൽ ഹദീസി, സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം. വയുതിമ്മു നിഅമതഹു അലൈക, അവന്റെ അനുഗ്രഹം നിന്റെ മേൽ പൂർത്തീകരിച്ചു തരികയും ചെയ്യും. ഏതുപോലെ? അലൈക, നിന്റെ മേലും, വഅലാ ആലി യാക്കൂബ, യാക്കൂബ് കുടുംബത്തിന്റെ മേലും, നിന്റെയും യാക്കൂബ് കുടുംബത്തിന്റെയും മേൽ അള്ളാഹു തന്റെ അനുഗ്രഹങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുന്നതാണ്. ഏതുപോലെ? കമാ അതമ്മഹ, ആ നിഅമത്തുകൾ പൂർത്തീകരിച്ചു നൽകിയതുപോലെ, അലാ അബവൈക, നിന്റെ പിതാക്കൾക്ക്, മിൻ ഖബ്ലു, മുമ്പ്. ആരാണ് പിതാക്കൾ? ഇബ്രാഹിം ഇസ്ഹാഖ്, അതായത് ഇബ്രാഹിം ഇസ്ഹാഖ് അലൈഹിസ്സലാം. ഈ 2 പിതാക്കൾക്ക് നീ മുമ്പ് നിഅമത്തുകൾ അല്ലാഹു തആല പൂർത്തീകരിച്ചു നൽകിയതുപോലെ നിനക്കും യാക്കൂബ് കുടുംബത്തിനും അല്ലാഹു തആല അവന്റെ നിഅമത്തുകൾ പൂർത്തീകരിച്ചു നൽകുകയും ചെയ്യും. ഇന്ന റബ്ബക, തീർച്ചയായും നിന്റെ രക്ഷിതാവ്, അലീമുൻ, സർവജ്ഞനാണ്, ഹക്കീമുൻ, യുക്തിമാനും തന്നെയാണ്. ഇതാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം മോനോട് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചുരുക്കി പറയുന്നത്. വയുതിമ്മു നിഅമതഹു അലൈക വഅലാ ആലി യാക്കൂബ്. യാക്കൂബ് നബി അലൈഹി സ്വലാമിന് മറ്റൊരു പേരാണ് ഇസ്രായേൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നേരത്തെ പറഞ്ഞു അല്ലേ? മഹാനവറുകളുടെ സന്തതി പരമ്പരയാണ് ഇസ്രായേലിയർ അല്ലെങ്കിൽ ബനു ഇസ്രായേൽ. ഒരു പ്രത്യേക ജനവിഭാഗം എന്ന നിലക്ക് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ ബനു ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട്. നമ്മളത് പഠിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബഖറയുടെ ആരംഭത്തിൽ 100-ലധികം ആയത്തുകളിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട്. വേറെയും പല സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരു ടീമാണ് യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയായ ബനു ഇസ്രായേൽ. അതാണ് വയുതിമ്മു നിഅമതഹു അലൈക വഅലാ ആലി യാക്കൂബ്, അള്ളാഹു അനുഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞത്. പിന്നെ കമാ അതമ്മഹ അലാ അബവൈക മിൻ ഖബ്ലു ഇബ്രാഹിം വഇസ്ഹാഖ്, ഇബ്രാഹിം ഇസ്ഹാഖ് അലൈഹിസ്സലാം. ഈ പിതാക്കൾ എന്ന പ്രയോഗം കൊണ്ട് പിതാമഹന്മാർ എന്നാണ് ഉദ്ദേശം. ശരിക്കും നേരെ വാപ്പയല്ലല്ലോ. നിന്റെ പിതാക്കളായ എന്ന് പറഞ്ഞാൽ നിന്റെ പിതാമഹന്മാരായ എന്ന ഉദ്ദേശം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം അവരുടെ വല്യപ്പന്മാരാണ് അല്ലേ? നേരെ വാപ്പയല്ലല്ലോ. അവിടുത്തെ ഉദ്ദേശം എന്താണ്? പിന്നെ പിതാമഹന്മാർ എന്നാണ്. ഇന്ന റബ്ബക അലീമുൻ ഹക്കീം, നിന്റെ രക്ഷിതാവ് സർവജ്ഞനാണ്, യുക്തിമാനുമാണ്. ഒരു പ്രത്യേക വ്യക്തിയെയോ കുടുംബത്തെയോ അല്ലാഹു തആല സവിശേഷമായ പദവി നൽകി
ചോദിക്കുന്നതിനെ ചോദ്യം ചെയ്യാൻ വേറെ ആർക്കും അധികാരമില്ല, അതിനാർക്കും കഴിയില്ല എന്നാണ് ഈ അവസാനത്തെ വാക്യം സൂചിപ്പിക്കുന്നത്. ആരെയൊക്കെ നബിയാക്കണം, ആരെ എല്ലാം ശ്രേഷ്ഠന്മാരും ഉന്നതന്മാരുമാക്കണം, ഇതൊക്കെ അള്ളാഹുവിന് സൂക്ഷ്മമായി അറിയാം. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിലും നടപടിക്രമങ്ങളിലും ഒക്കെ വ്യക്തമായ കാഴ്ചപ്പാടും ലക്ഷ്യവും യുക്തിയും ഉണ്ടായിരിക്കും. അതാണ് ഹക്കീം എന്ന് പറഞ്ഞ ഉദ്ദേശം. ഇനി നമ്മൾ 7-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് കാന ഫീ യൂസുഫ വഇഖ്വതിഹി ആയാതുൽ ലിസ്സായിലീൻ. തീർച്ചയായും യൂസുഫ് നബി അലൈഹിസ്സലാമിലും സഹോദരങ്ങളിലും, അല്ലെങ്കിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെയും സഹോദരന്മാരുടെയും ചരിത്രത്തിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നവർക്ക് പല പാഠങ്ങളും ഉണ്ട്. അന്വേഷിച്ചറിയുന്നവർക്ക് ദൃഷ്ടാന്തങ്ങൾ ഒട്ടേറെയുണ്ട്. ലഖദ് തീർച്ചയായും കാന ഉണ്ട്, ഫീ യൂസുഫ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെയും വഇഖ്വതിഹി അവിടുത്തെ സഹോദരന്മാരുടെയും ചരിത്രത്തിലുണ്ട് ആയാത്തുൻ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്, ഒരുപാട് പാഠങ്ങളുണ്ട്. ആർക്ക്? ലിസ്സായിലീൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചറിയുന്ന ആളുകൾക്ക്. ഇവിടെ ജൂതന്മാരുടെ ആവശ്യപ്രകാരം മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം അന്വേഷിച്ച കാര്യം നമ്മൾ ഇതിന്റെ ആമുഖത്തിൽ പറഞ്ഞിരുന്നു. ഈ സൂറ അവതരിക്കാനുള്ള കാരണം അതാണ്. ആ നിലക്ക് ജൂതന്മാർക്കും മുശ്രിക്കുകൾക്കും ഒക്കെ ഈ ഒരു ചരിത്രത്തിൽ നിരവധി പാഠങ്ങളുണ്ട്. ഇത് ചോദിച്ച നിങ്ങൾക്കും അല്ലാത്തവർക്കൊക്കെ പാഠമുണ്ട്. എല്ലാ അന്വേഷകന്മാർക്ക് പൊതുവെയും പാഠങ്ങളുണ്ട്. ഓരോ കാര്യത്തിലും അള്ളാഹുവിൻ്റെ യുക്തി, അതേപോലെ ഈ ലോകത്ത് അവൻ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് കാര്യകാരണങ്ങൾ ശരിപ്പെടുത്തി കളമൊരുക്കുന്നതിന് ഉദാഹരണങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ദൃഷ്ടാന്തങ്ങൾ ഈ ചരിത്രത്തിലുണ്ട്. മാത്രവുമല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വവും റിസാലത്തും അംഗീകരിക്കാൻ മതിയായ തെളിവുകളുമുണ്ട് ഈ ചരിത്രത്തിൽ. കാരണം അക്ഷരജ്ഞാനം പോലുമില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടുകേൾവി പോലെയും ഇല്ലാതെയാണല്ലോ ഈ ചരിത്രം കൃത്യമായി വിവരിച്ചു കൊടുക്കുന്നത്. അള്ളാഹുവിൽ നിന്നുള്ള വഹി കൊണ്ട് മാത്രമേ അതിനൊരാൾക്ക് കഴിയുകയുള്ളൂ. ഇത് അംഗീകരിച്ചവർ പിന്നെ എങ്ങനെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിശ്വസിക്കുക? അതുപോലെ തന്നെ വേറെയും പല കാര്യങ്ങളും ആയാത്തുകളും ഈ ചരിത്രത്തിലുണ്ട്. അസൂയ കൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ ഈ ചരിത്രത്തിൽ പറയുന്നുണ്ട്. ക്ഷമ, നിഷ്കളങ്കത, ആത്മാർത്ഥത തുടങ്ങിയ സൽസ്വഭാവങ്ങൾ ഒരാൾ സ്വീകരിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ ഇതിൽ വിവരിക്കുന്നുണ്ട്. മാതാപിതാക്കൾക്ക് മക്കൾ മൂലം അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയുന്നുണ്ട്. മാതാപിതാക്കളുടെ ഉപദേശം മക്കൾക്ക് ആദ്യം സ്വീകരിക്കാൻ മടിയുണ്ടെങ്കിലും പിന്നീട് അനുഭവം കൊണ്ട് അത് ബോധ്യപ്പെടുന്നതിന് ഉദാഹരണങ്ങളുണ്ട്. പരീക്ഷണങ്ങളിൽ ക്ഷമിച്ച് അള്ളാഹുവിൽ എല്ലാം അർപ്പിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന ഗുണഫലങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഇങ്ങനെ എത്രയോ ഗുണപാഠങ്ങളുള്ള, എത്രയോ ആയാത്തുകളുള്ള ഒരു ചരിത്രമായിട്ട് ഇത് അന്വേഷണ ബുദ്ധിയുള്ള ആളുകൾക്ക് ബോധ്യപ്പെടും. ഇതാണ് അല്ലാഹു തആല പറഞ്ഞതിൻ്റെ അർത്ഥം. അടുത്ത ആയത്തിലേക്ക് കടക്കാം. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ആദ്യ ഭാര്യ മരണപ്പെട്ട ശേഷം വിവാഹം ചെയ്ത ഭാര്യയിൽ ജനിച്ചവരാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമും ബിന്യാമിൻ എന്നവരും എന്ന് നമ്മൾ പറഞ്ഞു. ഏറ്റവും ഇളയ മക്കളോടാണ് കൂടുതൽ വാത്സല്യം ഉണ്ടാവുക, അത് സ്വാഭാവികവുമാണ്. ഇവിടെ യൂസുഫും ബിന്യാമീനുമാണ് അലൈഹിസ്സലാം, അവരാണ് പൂർണ്ണ സഹോദരന്മാർ. മറ്റുള്ളവർ അർദ്ധ സഹോദരങ്ങളാണ്. പറഞ്ഞാൽ അവരുടെ മാതാവ് വേറെയാണ് എന്നർത്ഥം. ഈ രണ്ടു പേരിൽ തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാമായിരുന്നു യാക്കൂബ് നബി അലൈഹി സ്വലാമിന് ഏറ്റവും കൂടുതൽ സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്നേഹവും വാത്സല്യവും മറ്റുള്ള മക്കൾക്ക്, അതായത് അർദ്ധ സഹോദരങ്ങൾക്ക് സഹിച്ചില്ല, അവർക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് അവർ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പിതാവിൽ നിന്ന് അകറ്റാനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്യുന്നത്, അതിനുവേണ്ടിയുള്ള ഗൂഢാലോചനകൾ നടത്തുന്നത്. ആ ഗൂഢാലോചനകളും അവർ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ സംഭാഷണങ്ങളുമാണ് ഇനിയുള്ള ആയത്തുകളിൽ അല്ലാഹു തആല വിവരിക്കുന്നത്. അവർ ചിന്തിച്ചത് എന്താണെന്നറിയോ? ഞങ്ങൾ ദേഹബലവും കാര്യപ്രാപ്തിയും ഒക്കെ ഉള്ള ആളുകളാണ്, ഞങ്ങളെ കൊണ്ടാണ് കുടുംബത്തിന് പല നേട്ടങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ഥിതിക്ക് നമ്മളെയാണല്ലോ പിതാവ് കൂടുതൽ സ്നേഹിക്കേണ്ടത്. ഇതാണ് മുതിർന്ന ആളുകളുടെ ചിന്ത. പിതാവിൻ്റെ ഈ നിലപാടിൽ പിതാവിന് തെറ്റുപറ്റിയിരിക്കുന്നു എന്നവർ പറയുകയാണ്. പിതാവിൻ്റെ ഈ ഒരു അവസ്ഥ മാറ്റാൻ എന്താണ് വഴി എന്നവർ കൂലങ്കഷമായി ചിന്തിക്കുകയാണ്. നോക്കൂ 8-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذ قالوا ليوسف وأخوه أحب إلى أبينا منا ونحن عصبة إن أبانا لفي ضلال مبين. إذ قالوا, അവർ പറഞ്ഞ സന്ദർഭം സ്മരണീയമാണ്.
എന്താണ് അവർ പറഞ്ഞത്? ല യൂസുഫു, തീർച്ചയായും യൂസുഫും അഖൂഹു, അവൻ്റെ സഹോദരനായ ബിന്യാമീനും തന്നെയാണ് അഹബ്ബു ഇലാ അബീന, നമ്മുടെ ബാപ്പാക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, മിന്ന, നമ്മളെക്കാൾ. യൂസുഫും ബിന്യാമീനുമാണ് ബാപ്പാക്ക് നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ പ്രിയങ്കരർ, അവരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. വനഹ്നു ഉസ്ബ, നമ്മളാകട്ടെ പ്രാപ്തിയുള്ള ഒരു സംഘമുണ്ട് താനും. നമ്മൾ 10 ആളുകൾ, അത്യാവശ്യം തടിയും തൻ്റെയോടും പ്രാപ്തിയൊക്കെ ഉള്ള നല്ല 10 ആളുകൾ അവിടെ ഉണ്ട്. എന്നിട്ടും അവർ രണ്ടുപേരോടുമാണ് വാപ്പാക്ക് സ്നേഹം. വനഹ്നു ഉസ്ബ, നാമാകട്ടെ പ്രാപ്തിയുള്ള ഒരു സംഘമുണ്ട് താനും. ഉസ്ബ എന്ന് പറഞ്ഞാൽ നല്ല കാര്യപ്രാപ്തിയൊക്കെ ഉള്ള ഒരു കൂട്ടം ആളുകൾ എന്നാണ് പറയുന്നത്, ഒരു സംഘം ആളുകൾ. എന്നിട്ട് അവർ പറയണം, ഇന്ന അബാന ലഫി ളലാലിൻ മുബീൻ, തീർച്ചയായും നമ്മുടെ പിതാവ് ലഫി ളലാലിൻ മുബീൻ, വ്യക്തമായ അബദ്ധത്തിൽപ്പെട്ടിരിക്കുക തന്നെയാണ്, അതിൽ വ്യക്തമായി വഴിവിട്ട നിലപാടിൽ തന്നെയാണ് വാപ്പയുള്ളത്. അവർ വാപ്പാനെ കുറിച്ച് അങ്ങനെ വിധി എഴുതിയത്. ഇന്ന അബാന ലഫി ളലാലിൻ മുബീൻ. ലലാൽ എന്ന പദം പരിശുദ്ധ ഖുർആനിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ പല അർത്ഥങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ദുർമാർഗം എന്ന അർത്ഥത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്, സത്യനിഷേധം എന്ന അർത്ഥത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ അതല്ല അർത്ഥം. ഇവിടെ തെറ്റായ നിലപാട്, അബദ്ധമായ നയം എന്നേ അർത്ഥമുള്ളൂ. അപ്പം നമ്മുടെ വാപ്പ തെറ്റായ നിലപാടിൽ തന്നെയാണ് എന്നാണ് പറഞ്ഞതിൽ ആശയം. മഹാനിമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി എഴുതുന്നത് പോലെ മതപരമായ ദുർമാർഗം എന്നല്ല ഇവിടെ ലലാൽ കൊണ്ടുള്ള ഉദ്ദേശം. ഒരു പ്രവാചകനെ കുറിച്ച് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചാൽ കാഫിറാവില്ലേ? 10 മക്കളെക്കാൾ ഉപരിയായി ഈ 2 പേരെ തിരഞ്ഞെടുത്ത കാര്യത്തിൽ ഉപ്പാക്ക് അബദ്ധം പിണഞ്ഞിരിക്കുന്നു. ഇതാണ് ആ മക്കളെ പറഞ്ഞതിന് ഉദ്ദേശം. അത്രേ ഉള്ളൂ ഉദ്ദേശം. ആകട്ടെ, ഇനി നമ്മൾ 9-ാമത്തെ ആയത്തിലേക്ക് കടക്കുന്നു. യൂസുഫ് നബി അലൈഹി സ്വലാമിനോടുള്ള ഉപ്പാന്റെ ഈ സ്നേഹം അവരെ സംബന്ധിച്ചിടത്തോളം അസഹനീയമായ ഒരവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ഇനി ഇത് തുടരാൻ അനുവദിച്ചുകൂടാ. പക്ഷെ എന്താണ് ഒരു പോംവഴി? യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പിതാവിൽ നിന്ന് അകറ്റിയേ പറ്റും. മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കിയാൽ അതൊരു പരിഹാരമാകില്ല. കാരണം വീണ്ടും അവർ സന്ധിക്കും. ഒന്നെങ്കിൽ യൂസുഫ് നബി അലൈഹി അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ യൂസുഫ് നബി അലൈഹി ഇങ്ങോട്ട് വരുത്തും. അപ്പോൾ അത് നടക്കില്ല. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പിരിഞ്ഞിരിക്കാനാവാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് പാപ്പ. അതുകൊണ്ട് തന്നെ ശാശ്വതമായി വേർപ്പെടുത്തുക തന്നെ വേണം. അപ്പോൾ അവരിങ്ങനെ ചർച്ച ചെയ്യാണ്, ആ ഗൂഢാലോചന അങ്ങനെ നടക്കുകയാണ്. ഇവർ പറയാം, ഒന്നുകിൽ അവനെ കൊല്ലണം, അല്ലെങ്കിൽ വിജനമായ ഒരു പ്രദേശത്ത്, മരുഭൂമിയിൽ ഒരു പ്രദേശത്ത് ഇട്ടേച്ച് പോരണം. ഇതാണ് ചില ആളുകൾ നിർദ്ദേശിച്ചത്. സ്വന്തം സഹോദരനെ, നിരപരാധിയായ ഒരു കുട്ടിയെ നിർദാക്ഷിണ്യം കൊല്ലുക എന്ന കാര്യത്തിൽ മനപ്രയാസം ഉണ്ടാവും ചിലപ്പോൾ. അങ്ങനെ ഉണ്ടെങ്കിൽ സ്വീകരിച്ചതാണ് 2ാമത് പറഞ്ഞ മാർഗം. കൊല്ലണ്ട, എന്നാൽ എവിടെയെങ്കിലും മരുഭൂമിയിൽ കൊണ്ടിട്ട് പോന്നാൽ മതി. ഫലത്തിൽ അതും കൊല തന്നെയാണ്. സത്യത്തിൽ 2ഉം കൊല തന്നെയാണ്. അതിവിസ്തൃതമായി കിടക്കുന്ന മരുഭൂമിയിൽ ഒരാളെ കൊണ്ടുപോയി വിട്ടാൽ ചുട്ടുപൊള്ളുന്ന വെയിലേറ്റ് ദാഹിച്ച് വിശന്നു വലഞ്ഞ് ഇഞ്ചിഞ്ചായി മരിക്കുക ചെയ്യാം. പക്ഷേ കൊണ്ടുപോയി വിട്ട ആളുകൾ മടങ്ങി വന്ന ശേഷമേ മരണം സംഭവിക്കുകയുള്ളൂ. എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. ഫലത്തിൽ സത്യത്തിൽ 2ഉം ഒരേ സംഗതി തന്നെയാണ്, കൊല തന്നെയാണ്. അപ്പൊ 2ആളൊന്നും ചെയ്താൽ അവരിങ്ങനെ ചർച്ച ചെയ്യാണ്. ആദ്യം പാപ്പാക്ക് കുറച്ച് വിഷമം ഉണ്ടാവുമെങ്കിലും, മനോവേദന ഒക്കെ ഉണ്ടാവുമെങ്കിലും, പ്രയാസം ഉണ്ടാവുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ശരിയാവും. പിന്നെ ഉപ്പാന്റെ സ്നേഹം മുഴുവൻ നമ്മളോടായി മാറും. ഇതാണ് അവരുടെ ഗൂഢാലോചന. നോക്കാം 9-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اقتلوا يوسف أو اطرحوه أرضا يخل لكم وجه أبيكم وتكونوا من بعده قوما صالحين. اقتلوا يوسف. ഒരു ഗൂഢാലോചന നടത്തുകയാണ്. നിങ്ങൾ യൂസുഫിനെ കൊന്നോളൂ, യൂസുഫിനെ കൊല്ലണം. നിങ്ങൾ യൂസുഫിനെ വധിച്ചു കളയുക. ഔ അല്ലെങ്കിൽ ഇത്റഹൂഹു, അവന് നിങ്ങൾ കൊണ്ടുപോയി ഇട്ടേക്കുക. അർളൻ, ഏതെങ്കിലും ഒരു സ്ഥലത്ത്. ഒന്നുകിൽ വധിച്ചു കളയുക. അവിത്റഹൂഹു അർളൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ടേക്കുക, കൊണ്ടുപോയി എറിയുക എന്നൊക്കെ അർത്ഥം. യഖ്ലു ലക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി കിട്ടുന്നതാണ്. വജ്ഹു അബീക്കും, നിങ്ങളുടെ ഉപ്പാന്റെ മുഖം എന്ന് പറഞ്ഞാൽ ഉപ്പാന്റെ സ്നേഹം നിങ്ങൾക്ക് മാത്രമായി കിട്ടും. പിതാവിന്റെ മുഖം നിങ്ങൾക്ക് ഒഴിഞ്ഞു കിട്ടും. യഖ്ലു ലക്കും വജ്ഹു അബീക്കും, പിതാവിന്റെ മുഖം നിങ്ങൾക്ക് ഒഴിഞ്ഞു കിട്ടും എന്ന് പറഞ്ഞാൽ പിന്നെ പിതാവിന്റെ സ്നേഹം നിങ്ങളോടെ മാറും എന്നർത്ഥം. ഇതാണ് അവർ ഗൂഢാലോചന നടത്തുന്നത്. ഇനി ഇപ്പം നിങ്ങളിങ്ങനെ തെറ്റ് ചെയ്താൽ തന്നെ പിന്നീട് തൗബ ചെയ്ത് നല്ല മനുഷ്യന്മാരാവാം.
പിന്നീട് ഈ ഒരു സംഭവം നടന്നതിന് ശേഷം പിന്നീട് നിങ്ങൾക്കാവാം ഖൗമൻ സാലിഹീൻ, നല്ല മനുഷ്യരാവുകയും ചെയ്യാം. തകൂനു മിൻ ബഅദിഹി ഖൗമൻ സാലിഹീൻ, പിന്നീട് നിങ്ങൾക്ക് നല്ല മനുഷ്യരാവുകയും ചെയ്യാം. ഇതാണ് അവരുടെ ഒന്നാമത്തെ ഗൂഢാലോചന. മനസ്സിലായല്ലോ അല്ലേ? 80-ാമത്തെ ആയത്ത് നോക്കൂ. എല്ലാ സഹോദരന്മാർക്കും അസൂയുണ്ട്. പക്ഷെ അതിൽ ചില ആളുകൾക്ക് ദയ തോന്നി, ഒരു അനുകമ്പ തോന്നി. കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കടുങ്കയല്ലേ അത്. മരുഭൂമിയിൽ കൊണ്ട് വലിച്ചെറിയുക എന്നൊക്കെ പറഞ്ഞാൽ കൊല്ലുന്നത് പോലെ തന്നെയാണ്. ഇങ്ങനെ ചിന്തിച്ച ഒരു സഹോദരൻ വേറൊരഭിപ്രായമാണ് നിർദ്ദേശിച്ചത്. സ്വന്തം സഹോദരനെ, സ്വന്തം രക്തത്തിൽ പറഞ്ഞൊരു കുട്ടിയെ, അപരാധമൊന്നും ചെയ്തിട്ടില്ലാത്തൊരു ബാലനെ മരണത്തിലേക്ക് തള്ളിവിടുക എന്ന് പറഞ്ഞാൽ അത് ആ സഹോദരനെ സഹിക്കാൻ കഴിഞ്ഞില്ല. കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന സഹോദരൻ, യഹൂദ എന്നു പേരുള്ള സഹോദരനായിരുന്നു ഈ അഭിപ്രായം പറഞ്ഞത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ മുഫ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് യഹൂദ പറഞ്ഞത്? മുതിർന്ന സഹോദരൻ പറഞ്ഞത് എന്താ? നിങ്ങൾക്ക് യൂസുഫിനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നു തന്നെയാണ് തീരുമാനമെങ്കിൽ ദയവ് ചെയ്ത് അവനെ കൊല്ലരുത്. നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, വഴിയുടെ പക്കത്തുള്ള, വഴിയോരത്തുള്ള ഏതെങ്കിലും ഒരു പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടേക്കൂ. എന്നാൽ ഏതെങ്കിലും യാത്രക്കാർ വരുമ്പോഴെങ്കിലും അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളുമല്ലോ, കൊല്ലണ്ട. സത്യത്തിൽ ഈ കടുങ്കൈ ചെയ്യുന്നതിൽ അവർക്ക് നല്ല കുറ്റബോധമുണ്ട്. പിതാവ് മകനെ സ്നേഹിക്കുന്നത് പരിധി വിട്ടു പോകുന്നു എന്ന് സമ്മതിച്ചാൽ തന്നെ ആ കുട്ടിയെ അതിനു പകരം കൊല്ലുക എന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ അവരുടെ മനസ്സ് സങ്കുചിതമായി പോയിരുന്നു, ഇടുങ്ങിപ്പോയിരുന്നു. പക്വതയും വിവേകവും വേണ്ടത്ര എത്തിയിട്ടില്ലാത്ത ചെറുപ്രായക്കാരാണ്. അതുകൊണ്ട് തന്നെ കടുങ്കൈ തന്നെയാണെങ്കിലും അതങ്ങോട്ട് ചെയ്യുക എന്നവർ കണ്ണും ചിമ്മി തീരുമാനിക്കുകയാണ്. തൽക്കാലം ഇങ്ങനൊരു വലിയ തെറ്റ് ചെയ്താലും പിന്നീട് ഖേദിച്ചു മടങ്ങി നല്ലവരായി മാറാലോ. വന്നുപോയ തെറ്റിന് പിന്നീട് പശ്ചാത്തപിച്ച് നന്നാകാം എന്ന് സ്വയം ആശ്വസിക്കുകയാണവർ. അങ്ങനെ യൂസഫ് നബി അലൈഹി സ്വലാം ഇല്ലാത്തൊരു അന്തരീക്ഷം സംജാതമായാൽ ബാപ്പാന്റെ സ്നേഹം ബാക്കിയുള്ളവർക്കെല്ലാമായി വിഭജിച്ചെടുക്കാം എന്നാണ് അവർ കരുതുന്നത്. ഇതാണ് അവർ കണക്ക് കൂട്ടുന്നത്. നോക്കൂ 10-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال قائل منهم لا تقتلوا يوسف وألقوه في غيابة الجب يلتقطه بعض السيارة إن كنتم فاعلين. قال قائل منهم, അവരിൽ നിന്നും മറ്റൊരാൾ പറഞ്ഞു. മൂത്ത സഹോദരനായ യഹൂദയാണ് എന്ന് നമ്മൾ നേരത്തെ അഭിപ്രായം പറഞ്ഞു, വേറെ അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ അവരിൽ നിന്ന് മറ്റൊരാൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ലാ തഖ്തുലു യൂസുഫ, നിങ്ങൾ യൂസുഫിനെ കൊല്ലരുത്. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലും ചെയ്തേ തീരൂ എന്നാണെങ്കിൽ വൽഖൂഹു, നിങ്ങൾ അവനെ ഇട്ടേക്കൂ. ഫീ ഗയാബത്തിൽ ജുബ്ബി, കിണറ്റിനടിയിലേക്ക് ഇട്ടേക്കൂ, ഏതെങ്കിലും കിണറ്റിനടിയിലേക്ക്. യൽതഖിതുഹു, എന്നാൽ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളുമല്ലോ. ബഅദു സയ്യാറ, ചില യാത്രാസംഘങ്ങൾ, അല്ലെങ്കിൽ വല്ല യാത്രാസംഘങ്ങൾ, ഏതെങ്കിലുമൊക്കെ യാത്രാസംഘങ്ങൾ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളുമല്ലോ. ഇൻ കുന്തും ഫാഇലീൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുമെങ്കിൽ, യൂസുഫിനെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അത് നിർബന്ധമാണ് എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തോളൂ. അൽഖൂഹു ഫീ ഗയാബത്തിൽ ജുബ്ബ്, ഏതെങ്കിലും കിണറ്റിനടിയിലേക്ക് ഇട്ടോളൂ. എന്നാൽ യൽതഖിതുഹു, അവനെ എടുത്തു കൊണ്ടുപോയിക്കൊള്ളുമല്ലോ. ബഅദു സയ്യാറ, വല്ല യാത്രാസംഘങ്ങളും. ഗയാബത്തുൽ ജുബ്ബ് എന്ന് പറഞ്ഞാൽ കിണറ്റിൻ്റെ അടിഭാഗം, കിണറ്റിനടിയിലേക്ക്. ഏതായാലും കുറേ ദിവസം അവർ ഇത് സംബന്ധമായി ഗൂഢാലോചനകൾ നടത്തി. അവസാനം മൂത്ത സഹോദരന്റെ നിർദ്ദേശം, അതായത് മരുഭൂമിയിലെ ഏതെങ്കിലും ഒരു കിണറ്റിൽ തള്ളുക എന്ന നിർദ്ദേശം, അത് നടപ്പാക്കാൻ എല്ലാവരും തീരുമാനിക്കുകയും ചെയ്തു. ജുബ്ബ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അർത്ഥം അറിയും? പടുത്തുയർത്തുകയോ മതിൽ കെട്ടുകയോ ചെയ്യാത്ത കുഴിക്കിണർ, അതിനാണ് ജുബ്ബ് എന്ന് പറയുന്നത്. മതിലും പടവും ഉണ്ടാവില്ല. വെള്ളമില്ലാത്ത പൊട്ടക്കുഴിയായിരുന്നു ഇത് എന്നാണ് ബൈബിളിൽ പറയുന്നത്. പക്ഷെ അത് ശരിയല്ല. കാരണം താഴെ ഇനി നമ്മൾ പറയുന്ന 19-ാമത്തെ ആയത്തിൽ നിന്ന് അത് വെള്ളമുള്ള കിണർ തന്നെയായിരുന്നു എന്ന് വ്യക്തമാകുന്നുണ്ട്. കാരണം വെള്ളം കോരാൻ വേണ്ടി ബക്കറ്റ് കിണറ്റിലേക്ക് താഴ്ത്തി എന്നാണ് 19-ാമത്തെ ആയത്തിൽ പറയുന്നത്.
അപ്പോൾ ബൈബിളിൽ പറഞ്ഞ പരാമർശം ശരിയല്ല എന്നുള്ളത് മനസ്സിലാവും. ആ ബൈബിളിലൊക്കെ കുറേ കൈകടത്തലുകൾ വന്നിട്ടുണ്ട്, മുമ്പ് പറഞ്ഞിട്ടുള്ള ആവശ്യം അല്ലേ. ശരി, ഇനി നമുക്ക് 11-ാമത്തെ ആയത്തിലേക്ക് നോക്കാം. അങ്ങനെ ഗൂഢാലോചനകളും കൂടിയാലോചനകളും ഒക്കെ പൂർത്തിയായി. ഇനി ആ കാര്യം നടപ്പാക്കണം. മരുഭൂമിയിലെ വഴിയോരത്തുള്ള ഏതെങ്കിലും പൊട്ടക്കിണറ്റിൽ തള്ളാമെന്ന് തീരുമാനിച്ച് അത് നടപ്പാക്കാനുള്ള ഒരുക്കമാണ്. അതിന് ഏറ്റവും വലിയ കടമ്പ അവരുടെ മുമ്പിൽ എന്താണ്? കുഞ്ഞനുജനെ വിട്ടുകിട്ടണം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ബാപ്പയിൽ നിന്ന് വിട്ടുകിട്ടണം. ബാപ്പയാണെങ്കിൽ അങ്ങനെ ഒന്നും വിടൂല്ല. അപ്പം അതിനവരൊരു സൂത്രം പ്രയോഗിക്കുകയാണ്. ആടുകളെ മേക്കാൻ മരുഭൂമിയിൽ പോകാറുണ്ടായിരുന്നു അവർ. ഈ സഹോദരന്മാർ മൊത്തം അവർ ആടുകളെ മേക്കാൻ വേണ്ടി പോകും. പക്ഷേ അവരോടൊപ്പം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ വാപ്പ പറഞ്ഞേക്കൂല. പേടിയാണ് അവരുടെ കൂടെ പറഞ്ഞേക്കുക. അപ്പം അതുകൊണ്ട് തന്നെ വിട്ടുകിട്ടാൻ കുറച്ച് പ്രയാസകരമായിരിക്കുമെന്ന് മനസ്സിലാക്കിയ ഈ സഹോദരന്മാർ സൂത്രം പ്രയോഗിക്കുകയാണ്. അവർ നല്ല പിള്ള ചമഞ്ഞ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഗുണകാംക്ഷികൾ മാത്രമായി അഭിനയിച്ച് പാപ്പാൻ്റെ മുമ്പിൽ ചെന്ന് വിഷയം പറയുക. പാപ്പ, ഞങ്ങളെ കൊച്ചനുജനായ യൂസുഫിനെ ഞങ്ങളെ കൂടെ ഞങ്ങൾ ആടുമേക്കാൻ പോകുമ്പോൾ കളിക്കാനും ഉല്ലസിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ കൂടെ പറഞ്ഞേക്കണം. ഞങ്ങളവനെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കും. കൃഷ്ണമണി പോലെ ഞങ്ങൾ സൂക്ഷിക്കും. നല്ലോണം നോക്കാം. ഞങ്ങൾ ഓൻ പോരട്ടെ, ഞങ്ങളുടെ കൂടെ കളിക്കട്ടെ. ഒരു ബാപ്പാൻ്റെ പിതൃവികാരം അല്ലെങ്കിൽ സ്നേഹവികാരം ഇളക്കി വിടുന്ന ശൈലിയിൽ മക്കളെ സംസാരിക്കാം. ഞങ്ങളുടെ ബാപ്പ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഞങ്ങൾ യൂസുഫിൻ്റെ ഇക്കാക്കമാരല്ലേ, ഞങ്ങളവൻ്റെ ഗുണകാംക്ഷികളല്ലേ, എന്നിട്ട് പോലും അങ്ങ് ഞങ്ങളെ വിശ്വസിക്കുന്നില്ലല്ലോ. കഷ്ടം തന്നെ. നിങ്ങൾ നാളെയെങ്കിലും ഒന്ന് ഞങ്ങളെ കൂടെ യൂസുഫിനെ പറഞ്ഞു വെച്ചു തരണം. അവൻ ഞങ്ങളെ കൂടെ പോരട്ടെ. കാട്ടിലെ പഴങ്ങളൊക്കെ തിന്ന് നല്ല ശുദ്ധമായ അരുവിലെ വെള്ളമൊക്കെ കുടിച്ച് ഓടിച്ചാടി നടന്ന് അമ്പയത്തും ഓട്ട മത്സരമൊക്കെ നടത്തി അങ്ങനെ കളിച്ചങ്ങനെ രസിക്കട്ടെ. അവനും ആഗ്രഹം ഉണ്ടാവില്ല, കുട്ടിയല്ലേ അവനും അങ്ങനെ കളിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ. ഒരാപത്തും വരാതെ ഞങ്ങൾ നോക്കാം, ഞങ്ങൾ ഇത്രയും ആൾക്കാരില്ലേ. ഇതാണ് മഹാനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോട് മറ്റു സഹോദരന്മാർ 10 മക്കൾ ചേർന്ന് പറയുന്നത്. നോക്കൂ 11-ാമത്തെ 11ഉം 12ഉം ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالوا يا أبانا ما لك لا تأمنا على يوسف وإنا له لناصحون أرسله معنا غدا يرتع ويلعب وإنا له لحافظون. ഖാലു, അവർ പറഞ്ഞു, ഗൂഢാലോചനക്ക് നടത്തിയതിനു ശേഷം ബാപ്പാൻ്റെ അടുത്ത് വരികയാണ്. ബാപ്പാനോട് പറയാൻ, യാ ബാന, ഞങ്ങളുടെ പിതാവേ, മാലക്ക, അങ്ങേക്ക് എന്തു പറ്റി? നിങ്ങൾക്ക് എന്തു പറ്റി? ലാ തഅ്മന്ന, അങ്ങ് ഞങ്ങളെ വിശ്വസിക്കുന്നില്ലല്ലോ. യൂസുഫിന്റെ കാര്യത്തിൽ താങ്കൾ ഞങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നില്ല. താങ്കൾക്ക് എന്തു പറ്റി? എന്താ വിശ്വാസത്തിലെടുക്കാത്തത്? ലാ തഅ്മന്ന അലാ യൂസുഫ്, യൂസുഫിന്റെ കാര്യത്തിൽ താങ്കൾ ഞങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നില്ലല്ലോ. സത്യത്തിൽ ഞങ്ങൾ ഇന്നാ ലഹു ലനാസിഹൂൻ, ഞങ്ങൾ അവരുടെ ഗുണകാംക്ഷികൾ തന്നെയാണ്. ഗുണം വരണം എന്ന് മാത്രം കാക്ഷിക്കുന്ന ആളാണ് ഞങ്ങൾ. എന്നിട്ട് എന്താ നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കാത്തത്? അതുകൊണ്ട് അർസിൽഹു, നിങ്ങൾ യൂസുഫിനെ അയക്കണം. മഅന, ഞങ്ങളുടെ കൂടെ. ഗദൻ, നാളെ. ഞങ്ങളൊന്നിച്ച് നാളെ അവനെ ആടുമേക്കാൻ അയച്ചു തരൂ. ഞങ്ങൾ ആടുമേക്കാൻ പോകുമ്പോൾ ഞങ്ങൾ കൂടെ വരട്ടെ. യർത്ത, അവൻ ആഹ്ലാദിച്ചുല്ലസിക്കട്ടെ. വയൽഅബ്, അവൻ കളിച്ചു നടക്കട്ടെ. ഇന്നാ, തീർച്ചയായും ഞങ്ങൾ ലഹു, അവനെ ലഹാഫിളൂൻ, നന്നായി സംരക്ഷിക്കാം. ഇന്നാ ലഹു ലഹാഫിളൂൻ, ഞങ്ങൾ അവനെ കാത്തു സംരക്ഷിക്കുക തന്നെ ചെയ്യും. യർത്ത എന്ന് പറഞ്ഞാൽ കാട്ടിലെ പഴങ്ങളൊക്കെ ഇങ്ങനെ തിന്ന് ആഹ്ലാദിച്ചുല്ലസിച്ച് ഇങ്ങനെ പാറിപ്പാറി നടക്കട്ടെ എന്നർത്ഥം അല്ലേ? കുട്ടികളൊന്നും അങ്ങനെയല്ലേ. എൽഅബ് എന്ന് പറഞ്ഞാൽ പിന്നെ ലൈബയല്ല, എല്ലാവർക്കും കളിക്കുക അല്ലേ? അപ്പൊ യർത്ത വയൽഅബ്, അവൻ യഥേഷ്ടം പഴങ്ങളൊക്കെ തിന്ന് ആഹ്ലാദിച്ചുല്ലസിച്ച് കളിച്ച് നടക്കട്ടെ, ഞങ്ങൾ അവനെ ശരിക്കും നോക്കാം. ഇതാണ് അവർ ഒന്ന് പറഞ്ഞത്. 13-ാമത്തെ ആയത്തിലേക്ക് നോക്കൂ. ഏതായാലും എല്ലാം അവർ ഉപ്പാനോട് പറഞ്ഞു. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും എങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഉപ്പാക്ക് അവരെക്കുറിച്ച് വിശ്വാസം വരുന്നില്ല. മഹാനവറുകൾ ഒഴിഞ്ഞു മാറാൻ നോക്കി. കുറച്ച് സമയം പോലും മകനെ വേർപിരിഞ്ഞിരിക്കാനാകാത്ത ഉപ്പ എങ്ങനെയാണ് ഒരുപാട് ദൂരത്തേക്ക് ആ കുട്ടിയെ പറഞ്ഞേക്കുക? അന്നത്തെ കാലത്ത് കാലികളെയോ ആടുകളെയോ ഒക്കെ മേക്കാൻ പോയാൽ 1, 2, 4 ദിവസം കൊണ്ടൊന്നും തിരിച്ചു വരുന്ന സമ്പ്രദായമല്ല അന്നുണ്ടായിരുന്നത്. നീണ്ട് പരന്നു കിടക്കുന്ന മണലാരണ്യത്തിൽ മരുഭൂമിയിൽ നിരന്തരമായി ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് അവർ ചെയ്യുക. ആ യാത്രക്കിടയിൽ ഒരു മരുപ്പച്ച കണ്ടാൽ, പുല്ലും വെള്ളമൊക്കെ ഉള്ള സ്ഥലം കണ്ടാൽ
അവിടുത്തെ തീറ്റ സാധനങ്ങൾ കഴിയുവോളം അവരവിടെ തങ്ങും. അത് കഴിഞ്ഞാൽ മറ്റൊരു മരുപ്പച്ച തേടി അവർ പോകും. വല്ലപ്പോഴുമേ വീട്ടിൽ മടങ്ങിയെത്തും. മാത്രമല്ല, വിജനങ്ങളായ പ്രദേശങ്ങളിൽ, ആൾപ്പാർപ്പില്ലാത്ത ഏരിയകളിൽ ചെന്നായ പോലെയുള്ള ഹിംസ്ര ജന്തുക്കളും ഉണ്ടാവും. കാലികളെയോ ആടുകളെയോ മേയ്ക്കുന്നതിനിടയിൽ കൊച്ചു യൂസുഫിനെ ശ്രദ്ധിക്കാൻ ചിലപ്പോൾ ജ്യേഷ്ഠന്മാർക്ക് കഴിയാതെ വന്നേക്കാം. ഇങ്ങനെയൊക്കെ ചിന്തിച്ചു നോക്കിയപ്പോൾ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് മോനെ വിടാൻ പേടിയായി. മാത്രമല്ല, ഒരു ആട്ടിൻ കൂട്ടത്തിൽ, ഒരു ആടിൻ്റെ സംഘത്തിൽ 100 200 അല്ലെങ്കിൽ അതിലധികമൊക്കെ ആടുകളുണ്ടാവും ഒറ്റ സംഘത്തിൽ. ആ ആടുകളെ നോക്കാനും വെള്ളം കൊടുക്കാനും ഒക്കെ ഒരുപാട് അധ്വാനമുണ്ട്. മേയ്ക്കുന്ന ആളുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും അടുത്ത അങ്ങാടിയിലോ ജനവാസ കേന്ദ്രങ്ങളിലോ പോകേണ്ടി വരാം. ചിലപ്പോൾ ശക്തമായ ചൂടോ കഠിനമായ തണുപ്പോ കൊടുങ്കാറ്റോ ഒക്കെ പോലെയുള്ള വേറെയും പ്രശ്നങ്ങളുണ്ടാവാം. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു ചെറിയ കുട്ടിയെ ആടുമേയ്ക്കാൻ കൂടെ കൊണ്ടുപോവുക എന്നത് അത് പ്രയാസകരം തന്നെയാണ്. ഇതാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം മക്കളോട് മറുപടിയായി പറയുന്നത്. നോക്കൂ, 13-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال إني ليحزنني أن تذهبوا به وأخاف أن يأكلها الذئب وأنتم عنه غافلون. قال മഹാനവർകൾ മറുപടി പറഞ്ഞു, ഇന്നി, തീർച്ചയായും ഞാൻ, ലയഹ്സുനുനി, എന്നെ അതീവ ദുഃഖിതനാക്കുക തന്നെ ചെയ്യും, അൻ തദ്ഹബൂ ബിഹി, നിങ്ങൾ അവനെ കൊണ്ടുപോവുക എന്നത്, അവനെയും കൊണ്ട് നിങ്ങൾ പോകുക എന്നത് എന്നെ അതീവ ദുഃഖിതനാക്കുക തന്നെ ചെയ്യും. എനിക്ക് ഭയങ്കര സങ്കടം, അത് ആലോചിക്കാൻ വയ്യ. മാത്രമല്ല, വഅഖാഫു, ഞാൻ പേടിക്കുകയും ചെയ്യുന്നു, അൻ യഅ്കുലഹ الذئب, അവനെ ചെന്നായ തിന്നുമോ എന്ന്, അവനെ ചെന്നായ പിടിച്ചു തിന്നുമോ എന്ന പേടിയും എനിക്കുണ്ട്. വഅൻതും അൻഹു ഗാഫിലൂൻ, നിങ്ങൾ അശ്രദ്ധരായിരിക്കെ, നിങ്ങൾ അവനെക്കുറിച്ച് അശ്രദ്ധരായിരിക്കെ അവന് ചെന്നായ പിടിച്ചു തിന്നുമോ എന്നൊരു പേടിയും എനിക്കുണ്ട്. അവനെ കൊണ്ടുപോവുക എന്നത് എനിക്ക് ആലോചിക്കാൻ കഴിയില്ല, ഒരു സങ്കടകരമായ കാര്യവുമാണ്. സത്യത്തിൽ ഈ ഒരു മറുപടി അവർക്ക് വലിയ സഹായകമാവുകയാണ് ചെയ്തത്. എങ്ങനെന്നറിയോ, അവർ പ്ലാനിട്ട കടുങ്കൈ ചെയ്ത് കഴിഞ്ഞ് ബാപ്പാനോട് എക്സ്ക്യൂസ് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള വഴി ബാപ്പാൻ്റെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടി. ചെന്നായ പിടിച്ചേക്കാം എന്ന ആ വാക്ക്, അതേ എക്സ്ക്യൂസ് തന്നെയാണ് പിന്നീട് അവർ പറഞ്ഞത് എന്ന് ഇനി നമ്മൾ പഠിക്കുന്ന 17-ാമത്തെ ആയത്തിലുണ്ട്. നോക്കാം, നമുക്ക് 14-ാമത്തെ ആയത്ത് നോക്കാം. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കൊണ്ടുപോകാൻ അനുമതി തേടിയപ്പോൾ 2 തടസ്സങ്ങളാണ് ബാപ്പ അവരുടെ മുമ്പിൽ വെച്ചത്. ഒന്ന്, അവൻ്റെ വേർപാട് എന്നെ ദുഃഖിപ്പിക്കുന്നുണ്ട്, എനിക്ക് സങ്കടമാണ് പറഞ്ഞേക്കാം. 2, അവനെ ചെന്നായ തിന്നേക്കാം. ഇതിൽ 2-ാമത്തേതിന് മാത്രമാണ് മക്കൾ ഇനി മറുപടി പറയുന്നത്. അടുത്ത ആദ്യം കാണുന്നത് പോലെ 1-ാമത്തെ കാരണമാണല്ലോ യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ വഴിവെച്ചത്, പിരിഞ്ഞിരിക്കാനാവാത്ത സ്നേഹം. അതാണ് ഈ വിഷയങ്ങൾക്കൊക്കെ കാരണമായി മാറിയത്. വേർപിരിയാൻ കഴിയാത്ത വിധം പിതാവ് യൂസുഫിനെ സ്നേഹിക്കുന്ന വിഷയമാണ് പ്രശ്നം. അതിനെക്കുറിച്ചൊന്നും അവർക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല. യൂസുഫ് നബി അലൈഹി സ്വലാം പോകുന്നതിൽ മാത്രം ദുഃഖം, മറ്റാരെക്കുറിച്ചും അതില്ലാതിരിക്കുക, ഈ സ്ഥിതി പറ്റൂല എന്നാണല്ലോ അവരുടെ വാദം. അപ്പൊ പിന്നെ അവർ അതിനെക്കുറിച്ചൊന്നും മറുപടി പറഞ്ഞില്ല. ആദ്യത്തെ കാരണത്തിന് അവരൊരു മറുപടി പറഞ്ഞില്ല. അവരുടെ പ്രശ്നം തന്നെ അതാണ്. യൂസുഫ് അലൈഹി സ്വലാം കളത്തിൽ പോകുമ്പോൾ മാത്രം നോക്കും വലിയ സങ്കടം, ഞങ്ങൾ പോകുമ്പോൾ അതില്ല, അതിന് പറ്റൂല. അതാണ് അവരുടെ ഈ ഗൂഢാലോചനകൾക്കും ഒക്കെ കാരണം, അടിസ്ഥാന കാരണം അതാണ്. അപ്പൊ അതുകൊണ്ട് അതിന് പിന്നെ മറുപടി പറയേണ്ട കാര്യമില്ല. അതവർ പറയുന്നതുമില്ല, അത് ഒഴിവാക്കി. 2-ാമത്തെ വിഷയം അവർ പറയാം. 2-ാമത്തെ കാരണത്തോടാണ് അവർ പ്രതികരിക്കുന്നത്. അതായത് യൂസുഫ് അലൈഹി സ്വലാമിനെ ചെന്നായ തിന്നേക്കാം എന്ന ആ പേടി. അവർ പറയാ, എന്താ വാപ്പാ നിങ്ങൾ പറയുന്നത്, യൂസുഫിനെ ചെന്നായ തിന്നേ, അത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. നല്ല ചുറുചുറുക്കുള്ള, ധൈര്യമുള്ള, തൻ്റെ ഇടമുള്ള ഈ 10 യുവാക്കളുടെ നടുവിൽ നിന്ന് ഒരു കുട്ടിയെ ചെന്നായ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ സംഭവിക്കാം? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞങ്ങൾ എന്തിനാ പറ്റുക? ഈ തണ്ടം തൊടിയൊക്കെയുള്ള ഞങ്ങളെ 10 പേരെ എന്തിനാ പറ്റുക? ഞങ്ങൾ തീർത്തും പരാജയപ്പെട്ടവരും നഷ്ടപ്പെട്ടവരുമായി മാറുമല്ലോ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ. അങ്ങനൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം. ഞങ്ങൾ 10 ആൾക്കാരില്ലേ, ഞങ്ങൾ അടിയുന്ന ഒരു കുട്ടിനെ ചെന്നായ പിടിച്ചുകൊണ്ട് അതെങ്ങനെ ഉണ്ടാവുക? അതാണ് അവർ അങ്ങനെ ഒരു മറുപടി പറയുന്നത്. 14-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالوا لئن أكله الذئب ونحن عصبة إنا إذا لخاسرون. قالوا, അവർ പ്രതികരിച്ചു, അവർ മറുപടി പറഞ്ഞു, ലൈൻ അക്കലഹു ദിഅ്ബു,
അവനെ ചെന്നായ തിന്നുകയാണെങ്കിൽ വനഹ്നു ഉസ്ബത്തുൻ, ഞങ്ങളൊരു കൂട്ടം ആളുകൾ ഉണ്ടായിട്ടും, ഞങ്ങളൊരു പ്രബല സംഘം ആളുകൾ ഉണ്ടായിട്ടും അവനെ ചെന്നായ തിന്നുകയാണെങ്കിൽ ഇന്നാ ഇദൻ ഖാസിറൂൻ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മഹാപരാജിതർ തന്നെയാകുമല്ലോ. ഞങ്ങൾ സംഭവിക്കില്ല എന്ന് പറയണവർ. ഞങ്ങൾ ഇത്രയും വലിയ പ്രബല സംഘമായ ആളുകൾ ഉസ്ബത്ത് ഉണ്ടായിട്ടും അവൻ ചെന്നായ തന്നെ അതൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്തിനാ പറ്റാം? ബാപ്പാനോട് പറഞ്ഞ് സൂപ്പിടുകയാണ്. ഇവിടെ ബൈബിളിൽ ഈ ഭാഗം പറയുന്നത് നേരെ മറിച്ച മറ്റൊരു രൂപത്തിലാണ്. ഖുർആനി പറഞ്ഞതുപോലെയല്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ബൈബിളിൽ മറ്റുമൊക്കെ കൈകടത്തലുകൾ എമ്പാടും നടന്നിട്ടുണ്ട്. അതിൽ പലതും വിശ്വസിക്കാൻ കഴിയില്ല എന്നൊക്കെ നമ്മൾ പണ്ഡിതന്മാർ പറയുന്നത് ഇതുകൊണ്ടാണ്. ബൈബിളിൽ ഈ സംഭവം പറയുന്നത് എങ്ങനെയാണെന്നറിയോ? സഹോദരന്മാർ അപ്പൻ്റെ ആടുകളെ മേയ്ക്കാൻ ശൈഖേമിലേക്ക് പോയിരുന്നു. അവരുടെ സുഖവിവരം പോയി അറിഞ്ഞു വരുവാൻ വേണ്ടി യോസഫിനെ അവരുടെ അടുക്കിലേക്ക് അയച്ചു. അവൻ ചെല്ലുന്നത് കണ്ടപ്പോൾ സ്വപ്നക്കാരൻ വരുന്നുണ്ടെന്നും പറഞ്ഞ് സഹോദരന്മാർ പരിഹസിച്ചു. അവിടെ വെച്ചാണ് അവനെ കൊല്ലണമെന്നും പൊട്ടക്കുഴിയിൽ ഇട്ടാൽ മതിയെന്നും മറ്റുമുള്ള സംഭാഷണങ്ങൾ നടന്നത്. ഇങ്ങനെയൊക്കെയാണ് ബൈബിളിൽ പറയുന്നത്. നമ്മൾ ഖുർആൻ പഠിച്ചല്ലോ, നേരെ എതിരാണ് സംഭവം. ബൈബിളിൽ പറഞ്ഞ പലതും യഥാർത്ഥമാണെന്ന് വിശ്വസിക്കാൻ നിവൃത്തിയില്ല എന്നതിൻ്റെ തെളിവാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഏതായാലും മക്കൾ വന്ന് ഇതൊക്കെ അവതരിപ്പിച്ചപ്പോൾ മടിച്ചാണെങ്കിലും മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ആ പിതാവ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അവരോടൊപ്പം പറഞ്ഞയക്കാൻ തീരുമാനിക്കുകയാണ്, സമ്മതിക്കുകയാണ്. മുമ്പെന്താ ആലോചിച്ചത്? അവസാനം ഏതായാലും മോനും സന്തോഷമാവുമല്ലോ, ഒന്ന് പോയി പുറത്തൊക്കെ ഒന്ന് പോയി കളിച്ച് ഫ്രഷായ പിന്നെ കാറ്റൊക്കെ കൊണ്ടുവന്ന് സന്തോഷിച്ച് വരട്ടെ എന്ന് വാപ്പയും ആഗ്രഹിച്ചു. സ്വാഭാവികമാണ്. അതിനുശേഷം എന്താണ് നടന്നത്? അതാണ് ഇനിയുള്ള ആയത്തുകളിൽ ഉള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയുമാണ്. ഇനി ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കണം റബ്ബേ. മഹാന്മാരായ അമ്പിയാക്കളുടെ കൂടെ നാളെ സ്വർഗത്തിൽ ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടിത്തരണം തമ്പുരാനും. ഞങ്ങളെല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും ഖൈറും സലാമത്തും സന്തോഷം ശിഫയും റാഹത്തും നൽകണം റഹ്മാനെ. നിന്റെ ഖുർആനിനും ദീനിനും ഇൽമിനും ഒരുപാട് കാലം ഇഖ്ലാസോടുകൂടി ഖിദ്മത്തിനുള്ള അവസരം നൽകണം തമ്പുരാനെ. ഇതെല്ലാം ഞങ്ങൾ ആഖിറത്തിലേക്ക് വരവ് വെക്കണേ അല്ലാഹ്. അവിടെ ചെല്ലുമ്പോൾ നിന്റെ അടുക്കൽ വലിയ അമലുകളായി ഞങ്ങൾക്ക് കാണിച്ചു തരണം തമ്പുരാനെ. ഖബൂൽ ചെയ്യണം അല്ലാഹ്. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم اغفر لنا وارحمنا ولوالدينا رب ارحمهما كما ربياني صغيرا. للمؤمنين والمؤمنات اللهم قنا واياهم شر ما قضيت. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.